ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്നൊരു ഗെറ്റ് റെഡി വീഡിയോ എടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ട് ചെയ്യുന്ന പരിപാടി കേട്ടോ ഇതെല്ലാം. ഇന്ന് ഹോസ്പിറ്റൽ വരെ ഒന്ന് പോകേണ്ടതുണ്ടായിരുന്നു, ഹോമിയോ ഹോസ്പിറ്റലിൽ. അപ്പോൾ അതിന് പോകുന്നതിന് മുമ്പ് ഒരു ഗെറ്റ് റെഡി വീഡിയോ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന പരിപാടിയാണിത്. ഇത് നിങ്ങൾ കാണുമല്ലോ എന്ന് എനിക്കറിയില്ല. ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അത് ഞാൻ ഫേസ് ഒന്ന് വാഷ് ചെയ്യുകയാണ്. ജസ്റ്റ് ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് ഒരുങ്ങാമെന്ന് വിചാരിച്ച് ഫേസ് വാഷ് ചെയ്യുകയാണ്. പല പല എക്സ്പ്രഷനുകളും നിങ്ങൾക്ക് ഇതിനിടയിൽ കാണാൻ സാധിക്കും. ഈ ഫ്രണ്ട് ക്യാം യൂസ് ചെയ്ത് എങ്ങനെ ഒരുങ്ങും എന്ന് യാതൊരു ഐഡിയ ഇല്ലാതാണ് ഇപ്പോൾ ഈ ഫേസ് വാഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാവിലത്തെ അടുക്കള പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് നിൽക്കുന്ന നല്ല കോലമാട്ടോ ഇത്. എന്ന് നിങ്ങൾ കാര്യമാക്കണ്ട. പിന്നെ എപ്പോഴും ഇങ്ങനെയൊക്കെ ആയിരിക്കും ഞാൻ ഉണ്ടാവുന്നത്. എപ്പോഴും ലിപ്സ്റ്റിക് ഇട്ടായിരിക്കില്ലല്ലോ നിൽക്കുന്നത്. അത് കഴിഞ്ഞ് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നിട്ടിരിക്കുകയാണ്. ആദ്യം ഞാൻ ജസ്റ്റ് ഒരു ഫെയർ ആൻഡ് ലവ്ലിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഫെയർ ആൻഡ് ലവ്ലി കോമ്പാക്റ്റും കാര്യങ്ങളും പിന്നെ മോയ്സ്ചറൈസറും എല്ലാം ഉണ്ടെങ്കിൽ പോലും ഞാൻ സ്ഥിരം അതൊന്നും യൂസ് ചെയ്യാറില്ല. തോന്നുന്ന പോലെ അതൊക്കെ യൂസ് ചെയ്യുന്നത് കേട്ടോ. ജസ്റ്റ് ഒന്ന് ക്രീം ഇടുക എന്നുള്ളൊരിതിന് വേണ്ടി ഇടയ്ക്ക് ഫെയർ ആൻഡ് ലവ്ലിയാണ് കൂടുതൽ യൂസ് ചെയ്യാറ്. ഫെയർ ആൻഡ് ലവ്ലി അമ്മ കൂടുതൽ ഉപയോഗിച്ച് കണ്ടുള്ള ശീലം കേട്ടോ ഇത്. ഫെയർ ആൻഡ് ലവ്ലി മോയ്സ്ചറൈസർ വാങ്ങി ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് എളുപ്പപരിപാടിയായിട്ട് തോന്നിയേക്കുന്ന ഇതാണ്. ആദ്യം ഞാൻ ജസ്റ്റ് ഫെയർ ആൻഡ് ലവ്ലി യൂസ് ചെയ്ത് ഫേസിലൊന്ന് അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് പൗഡർ ഇടാൻ പോവാണ്. ഇത് രണ്ടാണ് ഞാൻ മെയിനായിട്ട് ഇടുന്നത്. ഫൗണ്ടേഷൻ, മോയ്സ്ചറൈസർ, പ്രൈമർ, ഫൗണ്ടേഷൻ, കോമ്പാക്റ്റ് ഇതെല്ലാം വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. ഒക്കെ ഒരു ഇതിനു വേണ്ടി വാങ്ങി വെക്കുന്നത് മാത്രം. അങ്ങനെ ഫെയർ ആൻഡ് ലവ്ലിയും പൗഡറും എല്ലാം ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. എന്താകുമെന്നും എനിക്ക് യാതൊരു ഐഡിയ ഇല്ല കേട്ടോ. ലിപ്സ്റ്റിക് ഇടാത്തത് കൊണ്ട് തന്നെ ഫേസ് നല്ല കോലത്തിലാണുള്ളത്. എനിക്ക് പണ്ടൊന്നും ആ ഒരു വിഷയം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ലിപ്സ്റ്റിക് ഇട്ടില്ലെങ്കിൽ എനിക്ക് എന്നെ തന്നെ എന്തോ ഇഷ്ടമില്ലാത്ത പോലെയാണ്. യാതൊരു ഇതും ഇല്ല കാണാമെന്ന് തോന്നും. അതുണ്ടെങ്കിലും അങ്ങനെയൊക്കെ തന്നെ കേട്ടോ. ഇട്ടാലും ഇങ്ങനെ ഇഷ്ടപ്പെടണം എന്നൊന്നും ഇല്ല എങ്കിലും. അങ്ങനെ ഞാൻ കണ്ണെഴുതുന്ന ടാസ്കിലാണ് ഗൈസ്. ഇത് ഹിമാലയയുടെ കാജലാണ്. ഫ്രണ്ട് ക്യാം നോക്കി എങ്ങനെ വരയ്ക്കും എന്നുള്ള തത്രപ്പാടാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിലും വലിയ ടാസ്ക്കായിരുന്നു ഐലൈനർ. ജസ്റ്റ് താഴ്ഭാഗം എപ്പോഴും ഞാൻ ഇങ്ങനെ കണ്ണെഴുതത്തൊന്നുമില്ല കേട്ടോ. ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു ഗെറ്റ് റെഡി വീഡിയോ ചെയ്യുന്നതിൻ്റെ ഭാഗമായി മാത്രമുള്ള പരിപാടിയാണിത്. സാധാ എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഒന്നെങ്കിൽ പൗഡർ ഇടുക, ലിപ്സ്റ്റിക് ഇടുക, പൊട്ടിടുക, പോവുക. ഇതാണ് മെയിനായിട്ട് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ ഞാൻ കാജൽ എഴുതി കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചുണ്ട് ഇതാക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് മുഖത്ത് വേദനയുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. എനിക്ക് ആ ഇഷ്യൂയുടെ ഫോളോ അപ്പിന് വേണ്ടിയാണ് ഞാനിപ്പോൾ ഇന്ന് ഹോസ്പിറ്റലിൽ പോകുന്നത്. അടുത്തത് ഞാൻ കാജൽ അപ്ലൈ ചെയ്യാൻ പോവാണ്. ഇത് മാമായർത്തിൻ്റെ കാജലാണ്, ഐലൈനറാണ് കേട്ടോ. ഐലൈനർ ഇടുകയാണ്. ഒരു കണ്ണിൽ എപ്പോഴും എഴുതിയാൽ ശരിയാകും. എനിക്കങ്ങനെ ഐലൈനറൊന്നും പെർഫെക്റ്റായിട്ട് എഴുതാനും അറിയില്ല. ഒരു കണ്ണിൽ എഴുതുന്ന എന്തായാലും ഓക്കെ ആവും. മറ്റേ കണ്ണിൽ എഴുതുമ്പോഴാണ് എപ്പോഴും എനിക്ക് പാടായിട്ട് തോന്നിയിരുന്നത്. സ്ഥിരം എഴുതാത്തത് കൊണ്ടായിരിക്കാം അങ്ങനൊരിത്. ചിലരൊക്കെ എഴുതുന്ന കാണുന്നത് പെർഫെക്റ്റായിട്ട് ഐലൈനർ എഴുതുന്നത്. എനിക്ക് ഓൾറെഡി വലിയ കണ്ണായതുകൊണ്ട് ഞാൻ കൂടുതലും ഐലൈനർ എഴുതാതായിരിക്കും എവിടെയെങ്കിലുമൊക്കെ പോകുന്നത്. പിന്നെ ഇടയ്ക്ക് ഒക്കെ എഴുതും എന്ന് തന്നെ ഉള്ളൂ. അത് ഒത്തിരി ഡാർക്കായിട്ട് എഴുതണ്ട വിചാരിച്ചാൽ പോലും ചില സമയം ഡാർക്കായി പോകും കേട്ടോ. ഇപ്പം മറ്റേ കണ്ണിൽ എഴുതിയത് ഏകദേശം നല്ലതായിട്ട് ഒത്തിട്ടുണ്ടോയെന്ന് എനിക്ക് തന്നെ തോന്നി. പക്ഷേ ഇപ്പം എഴുതിയപ്പോഴത്തേക്കും അങ്ങോട്ട് ശരിയാവുന്നുണ്ടായിരുന്നില്ല. കണ്ണിൽ തൊടുന്ന പോലും ഫീലില്ലായിരുന്നു. ഈ ഫ്രണ്ട് ക്യാം നോക്കി ഇടുന്നത് കൊണ്ട് തന്നെ മൊത്തത്തിൽ അങ്ങോട്ട് നിൽക്കണില്ല. ഇങ്ങനെ വീഡിയോ എടുത്ത് അങ്ങനെ ശീലമില്ലല്ലോ. അങ്ങനെ ഞാൻ മറ്റേ കണ്ണിൽ എഴുതിയപ്പോഴത്തേക്കും കുറച്ചുകൂടെ ഡാർക്കായിപ്പോയി. പിന്നെ അത് ബാലൻസ് ചെയ്യാൻ വേണ്ടി വീണ്ടും ഇപ്പുറത്തെ കണ്ണിൽ എഴുതേണ്ടതായി വന്നു. എന്ത് ചെയ്യും, എങ്ങനെ എഴുതും എന്ന് യാതൊരു ഐഡിയ ഇല്ലാതാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, മാമാർത്തിൻ്റെ ഐലൈനറാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് നല്ല കംഫർട്ടബിളാണിത്. ഇച്ചിരി ലെങ്തിയൊക്കെ ആയതുകൊണ്ടും നല്ല രീതിയിൽ നമുക്ക് പിടിക്കാനും എഴുതാനും ഒക്കെ പറ്റും. സാധാരണ മറ്റേ ചെറിയ ബോട്ടിൽ വാങ്ങിക്കുന്നതിലും എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരുന്നു ഇത്. പിന്നെ ഇതങ്ങനെ വലുതായിട്ട് യൂസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഏകദേശം 2 വർഷത്തിന് മേളിലായി ഇത് വാങ്ങിച്ചിട്ട്. ഇതുവരെ അത്
തീർന്നിട്ടില്ല എന്നല്ല, ഒത്തിരി ഒന്നും ഉപയോഗിച്ചിട്ടില്ല. ഇനി ഇത് ഡ്രൈ ആയി തീർന്നു പോയാലേ ഉള്ളൂ. മറ്റേ കണ്ണിൽ ഡാർക്ക് ആയതുകൊണ്ട് വീണ്ടും ഇപ്പുറത്തെ കണ്ണ് ശരിയാക്കാൻ നോക്കുകയാണ്. എന്നിട്ട് എന്തൊക്കെയോ പല പല എക്സ്പ്രഷനുകൾ നിങ്ങൾക്ക് കാണേണ്ടി വരും കേട്ടോ. അത് ശരിയായില്ല എന്ന് എനിക്ക് തന്നെ തോന്നിയത് കൊണ്ടുണ്ടായ എക്സ്പ്രഷനാണ് ഇപ്പം നിങ്ങൾ കണ്ടത്. അടുത്തത് എൻ്റെ മെയിൻ പരിപാടി. നേരത്തെ ലിപ്സ്റ്റിക്ക് ഇടാറേ ഇല്ലായിരുന്നു. പിന്നെ കണ്ടാൽ മനസ്സിലാകാത്തില്ലാത്ത രീതിയിൽ ലിപ്സ്റ്റിക്ക് ഇടാൻ തുടങ്ങി, ലിപ് ബാം യൂസ് ചെയ്യാൻ തുടങ്ങി. ഇപ്പം നല്ല രീതിയിൽ ഡാർക്കായിട്ടാണ് ഞാൻ ലിപ്സ്റ്റിക്ക് ഇടുന്നത്. ഇപ്പം എന്തോ ഒരുങ്ങുന്നതിൽ മെയിൻ പാർട്ടായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് ലിപ്സ്റ്റിക്ക് ഇട്ട് കഴിയുമ്പോൾ തന്നെ മുഖത്തിന് വേറൊരു ലുക്ക് ഉണ്ടാകും എന്നാണ് ഇപ്പോൾ എൻ്റെ ഒരു തോന്നൽ. ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടിട്ടിട്ട് ലിപ്പ് ഡാർക്കാകുന്നുമുണ്ട് ഇപ്പം നല്ല രീതിയിൽ. ഞാൻ ഈ ഉപയോഗിക്കുന്നത് ഡാസ്ലേഴ്സിൻ്റെ ലിപ്സ്റ്റിക്കാണ് കേട്ടോ. എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ള ലിപ്സ്റ്റിക്കാണ്. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ഇടുന്നതെല്ലാം പെട്ടെന്ന് തന്നെ പോവുകയാണ് ചെയ്യുന്നത്. ലാക്മേയുടെ ആണെങ്കിൽ പോലും എനിക്ക് പെട്ടെന്ന് പോകുന്നതായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷേ ഈ ഡാസ്ലേഴ്സിൻ്റെ ലിപ്സ്റ്റിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യും. പിന്നെ അതുപോലെ ഇത് ഞാൻ കൂടുതലും ഷെയ്ഡ് ഈ ചെറിയ ഇത് വാങ്ങി വെക്കാറുണ്ട്. ഇതിന് 80 റുപ്പീസേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ട് കഴിഞ്ഞു. പിന്നെ സിന്ദൂരം ഇടുകയാണ്. സിന്ദൂരം അല്ല, ശിങ്കാർ ഇട്ടിട്ടാണ് ഞാൻ സിന്ദൂരം വരയ്ക്കണത്. അങ്ങനെ എൻ്റെ മെയിൻ പാർട്ട് ഇനിയുള്ളത് പൊട്ട് മാത്രമേ ഉള്ളൂ. അങ്ങനെ എൻ്റെ ഒരുക്കം ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഹെയറോടെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഡ്രസ്സും ചേഞ്ച് ചെയ്താൽ മാത്രം മതി. അങ്ങനെയുണ്ട് ഗൈസ്. ഇനി ഞാൻ ഹെയർ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ ഹെയർ ബ്ലോ ഡ്രൈ ചെയ്തിട്ടേക്കുന്നത് കൊണ്ട് ഇപ്പോൾ ഏകദേശം 1.5 വർഷത്തോളമായി ഹെയർ ബ്ലോ ഡ്രൈ ചെയ്തിട്ട്. അതുകൊണ്ട് വളർന്നു വന്ന പോർഷൻ നല്ല രീതിയിൽ ചുരുണ്ടിട്ടുണ്ട്. താഴോട്ടുള്ള ഏരിയ പഴയല്ല ചെയ്ത് ഹെയർ സ്ട്രെയിറ്റ് ചെയ്ത് ആ ഇതിൽ തന്നെ നിൽക്കുന്നുണ്ട്. ബ്ലോ ഡ്രൈ ചെയ്തതുകൊണ്ട് താഴ്ഭാഗവും ഇച്ചിരി റോൾ ചെയ്തിട്ട് ഹെയർ നല്ല രീതി സ്ട്രെയിറ്റായിട്ട് സ്മൂത്ത് ചെയ്തിട്ട് താഴ്ഭാഗം റോൾ ചെയ്തിരിക്കുന്ന രീതിയിലാണ് ഞാൻ ഹെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ മൊത്തം മുടി ഹീറ്റ് കൊടുത്തതിൻ്റെ ഭാഗമായിട്ടും ഇങ്ങനെ ട്രീറ്റ്മെൻറ്റ് എടുത്തതിൻ്റെ ഭാഗമായിട്ടും എൻ്റെ ഹെയർ നല്ല രീതിയിൽ പോകുന്നുണ്ട്. വളർന്നു വന്ന പോർഷൻ നല്ല രീതി എൻ്റെ കേളി ഹെയറാണ്. അതുകൊണ്ട് തന്നെ വളർന്നു വന്ന പോർഷൻ നല്ല രീതിയിൽ കേളിയാണ്. ഇനി കട്ട് ചെയ്ത് കളഞ്ഞാലേ ഇത് ശരിയാവുള്ളൂ. കട്ട് ചെയ്യാനും പേടിയാണ്. നല്ല അത്യാവശ്യം വളർന്നിട്ടുണ്ട് കട്ട് ചെയ്തതിൽ നിന്നും. പക്ഷേ തിക്നെസ് നല്ല രീതിയിൽ പോയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഡ്രസ്സും ചേഞ്ച് ചെയ്ത് വന്നിരിക്കുകയാണ് ഗൈസ്. ഇനി മുടിയും കൂടെ കെട്ടിയിട്ട് സ്കൂട്ടറിലാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. ഹസ്ബൻഡ് വർക്കിന് പോയിട്ടുണ്ട്. അപ്പം ഞാൻ ഇന്ന് സ്കൂട്ടറിൽ പോകാൻ ഹെൽമെറ്റൊക്കെ വെച്ച് പോകേണ്ടതായതുകൊണ്ട് മേലിൽ ക്ലിപ്പിട്ടാൽ ശരിയായില്ല. അതുകൊണ്ട് മെയിനായിട്ട് ഞാൻ ചെയ്യുന്ന കെട്ടുന്ന രീതിയിൽ തന്നെ മിക്കപ്പോഴും ഞാൻ ഇങ്ങനെയാണ് കെട്ടാറുള്ളത്. എനിക്ക് ഹെയർ സെറ്റ് ചെയ്യാൻ അറിയില്ല. എപ്പോഴും ഏകദേശം ഒരേ രീതിയിലായിരിക്കും എൻ്റെ ഹെയർ. ഞാൻ അല്ലെങ്കിൽ പൊക്കി കെട്ടും. അങ്ങനെയാണ് ഞാൻ പോകുന്നത്. ഇപ്പോൾ പൊക്കി കെട്ടാനൊന്നും പറ്റില്ലല്ലോ, ഹെൽമെറ്റ് വെക്കേണ്ടതുകൊണ്ട്. ക്ലിപ്പ് മേലിലും ഇടാൻ പറ്റില്ല, പൊക്കിയും കെട്ടാൻ പറ്റില്ല. ജസ്റ്റ് ഇങ്ങനെ പഴയ രീതിയിൽ കുളിപ്പിനിലെടുക്കുന്ന രീതിയിലെടുത്തിട്ട് അവിടെ 2 സ്ലൈഡ് ഒത്തിട്ട് താഴെ ഫുൾ ക്ലിപ്പ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഏകദേശം കഴിയാറായിരിക്കുകയാണ്. അങ്ങനെ ഞാൻ അതും മറ്റേ ടിക് ടാക്ക് വെച്ചിട്ട് ക്ലിപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ കൂടുതൽ ഞാൻ ഇങ്ങനെ മാത്രം ചെയ്തിട്ട് അഴിച്ചിടുകയാണ് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ചെയ്യുന്നത്. ഇപ്പോൾ അഴിച്ചിടുന്നില്ല, മുടി മൊത്തത്തിൽ പറന്നിട്ട് ഇതാവും. അതുകൊണ്ട് ഒരു ക്ലിപ്പ് ഇടാനാണ് പോകുന്നത്. അങ്ങനെ ഞാൻ ഏകദേശം മൊത്തത്തിൽ ഫിനിഷ് ആയിരിക്കുകയാണ്. അങ്ങനെ എൻ്റെ ഗെറ്റ് റെഡി വീഡിയോ റെഡി ആയിരിക്കുകയാണ്. അത്യാവശ്യം ഏകദേശം 10:30 ആയിട്ടോ ഞാൻ റെഡിയായി വന്നപ്പോഴത്തേക്കും. 9:30 ഇറങ്ങണമെന്ന് വിചാരിച്ചെങ്കിലും 10 മണി കഴിഞ്ഞു ഞാൻ റെഡി ആകാൻ വേണ്ടി ഇരുന്നപ്പോൾ അപ്പോഴത്തെ വീഡിയോ എടുത്തേക്കാണ്. ഇങ്ങനെ ഹെൽമെറ്റൊക്കെ വെച്ച് പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഇനി എന്നിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നു. ഏകദേശം 10-15 മിനിറ്റ് ട്രാവൽ ഉണ്ടായിരുന്നു. 10 മിനിറ്റ് മാക്സിമം, 10-15 മിനിറ്റ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായില്ല. OP ബ്ലോക്കിൽ ചെന്നു, ഇതെടുത്തു, ചീട്ടെടുത്തു, ഡോക്ടറെ കണ്ടു. ജസ്റ്റ് ഫോളോ അപ്പാണ് ഉദ്ദേശിച്ചത്. കഴിഞ്ഞ ഫ്രൈഡേ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഫോളോ അപ്പിൻ ഭാഗമായിട്ട് പോയതാണ്. ടാബ്ലറ്റ് വാങ്ങിച്ചു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ഗൈസ്.